അപ്പൊ മിതമായൊരു ശബ്ദത്തിലാകണം ദിക്റായാലും ദുആയായാലും ബാങ്കായാലും മൗലിദായാലും. അമുസ്ലിംകൾ താമസിക്കുന്ന ഒരു സ്ഥലത്ത് ഒരിക്കലും പുറത്തേക്ക് കേൾപ്പിക്കേണ്ട ആവശ്യമില്ല. ശബ്ദത്തിലും മിതത്വം വേണം. ഇന്ന് ഏറ്റവും വലിയൊരു പ്രശ്നം ശബ്ദത്തിൻ്റെതാണ്. അപ്പൊ മിതമായൊരു ശബ്ദത്തിലാകണം ദിക്റായാലും ദുആയായാലും ബാങ്കായാലും മൗലിദായാലും. ഇതൊക്കെ കേൾക്കേണ്ട സ്ഥലത്ത് കേൾപ്പിക്കണം. ഇപ്പൊ പരിസരത്ത് മുസ്ലിങ്ങൾ മാത്രമുള്ള ഒരു സ്ഥലത്ത് വർഷത്തിൽ ഒരിക്കൽ മൗലിദൊക്കെ ഓതുമ്പോൾ കുറച്ച് കേൾപ്പിക്കാം. എല്ലാ ദിവസവും മൗലിദാണെങ്കിൽ മുസ്ലിംകൾക്കാണെങ്കിലും അവർക്ക് പ്രയാസം ഉണ്ടാകും. അമുസ്ലിംകൾ താമസിക്കുന്ന ഒരു സ്ഥലത്ത് ഒരിക്കലും പുറത്തേക്ക് കേൾപ്പിക്കേണ്ട ആവശ്യമില്ല. ഉസ്താദ് പറഞ്ഞ ഈ ഒരു വിഷയം നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമോ? പല പള്ളികളിലും 5 വഖത്ത് നിസ്കാരങ്ങളിൽ, അതായത് ഫർള് നിസ്കാരങ്ങളിൽ വരെ മൈക്ക് ഉപയോഗിക്കുന്നവരുണ്ട്. ചില പള്ളികളിൽ ആകെ ഒരു സഫ് ആളെ ഉണ്ടാകുള്ളൂ, പക്ഷെ മൈക്ക് ഉണ്ടായിരിക്കും. ആ മൈക്കാണെങ്കിൽ പള്ളിക്കകത്തും ഉണ്ടാകും, പള്ളിക്ക് പുറത്തുണ്ടാകും. ഇത്തരത്തിൽ മൈക്ക് ഉപയോഗിക്കുന്നത് കൊണ്ട് എന്ത് ഉപയോഗമാണുള്ളത്? പല പള്ളികളിലും കണ്ടിട്ടുള്ള വസ്തുത അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. രോഗികളായ ആളുകളുണ്ടാകാം, പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ടാകാം, മറ്റു മതങ്ങളിൽപ്പെട്ട ആളുകളുണ്ടാകാം. എത്ര ആളുകൾക്കാണ് ഇതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നത്? അതുകൂടാതെ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ചില പള്ളികളിൽ നിസ്കാരം കഴിയുന്നതോടുകൂടി കുറച്ച് ആളുകൾ വരും, വൈകി വരുന്ന ആളുകളുണ്ടാവും. നിസ്കാരം കഴിഞ്ഞ ശേഷം ഇമാമിന്റെ ദുആ ഉണ്ടാകും, സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ഇതൊക്കെ ചൊല്ലിയതിനു ശേഷം ഒരു ദീർഘമായ ദുആ, അതാണെങ്കിലും മൈക്കിലൂടെ ആയിരിക്കും. അപ്പോൾ പുറകിൽ നിന്ന് നിസ്കരിക്കുന്ന ആളുകൾക്ക്, അതായത് വൈകി വരുന്ന ആളുകൾക്ക് അവരുടെ നിസ്കാരത്തിൽ സൂക്ഷ്മത പുലർത്താൻ കഴിയുന്നില്ല. ചില പള്ളികളിൽ മൗലിദ് ഉണ്ടാകും, ഹദ്ദാദ് ഉണ്ടാകും, എല്ലാം മൈക്കിലൂടെ ആയിരിക്കും. ചില ഇമാമിയങ്ങൾക്കാണെങ്കിൽ മൈക്കില്ലെങ്കിൽ വലിയ പ്രശ്നമാണ്. ചില ഉസ്താദന്മാർക്കാണെങ്കിൽ സ്റ്റേജിൽ പ്രസംഗിക്കാൻ പോയാൽ നല്ല എക്കോ വേണം, നല്ല ബാസ് വേണം, എന്നിട്ട് ഉസ്താദിനെ ഫേസ് ചെയ്യുന്ന രീതിയിൽ സ്പീക്കർ വേണം, ഏറ്റവും ഹൈ വോളിയം വേണം. അവരൊക്കെ ശ്രദ്ധിക്കേണ്ടതും പഠിക്കേണ്ടതുമായ ഒരു വിഷയമാണ് ഉസ്താദ് പറഞ്ഞിട്ടുള്ളത്. ഇത് കേവലം മുസ്ലിമീങ്ങൾക്ക് വേണ്ടി മാത്രമല്ല പറയുന്നത്, മറ്റു മതങ്ങളിൽപ്പെട്ട ആളുകളെ വരെ പരിഗണിച്ചു കൊണ്ടുള്ള കാര്യമാണ് പറഞ്ഞത്. നമ്മുടെ സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും ഒക്കെ ഒരുപാട് കേസുകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് യുപിയിലും കർണാടകയിലും തുടങ്ങിയ സ്റ്റേറ്റുകളിൽ നിന്ന് വന്നിട്ടുണ്ട്. അവിടെയൊക്കെ കോടതിയുടെ ഉത്തരവ് ശബ്ദം നിയന്ത്രിക്കണമെന്നാണ്. പൊതുസമൂഹത്തിന് ബുദ്ധിമുട്ടാകുന്ന രീതിയിൽ മതകാര്യങ്ങളിൽ അമിതമാവേശം നടത്തിയാൽ അത് നമുക്ക് തന്നെയാണ് ദോഷം. അതുകൊണ്ട് ഇമാമിയങ്ങളോ ഖത്തീബുമാരോ പള്ളി കമ്മിറ്റിക്കാരോ ആരെങ്കിലുമൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഏതെങ്കിലും സുഹൃത്തുക്കളും മറ്റുമൊക്കെ ഇത്തരം മതസ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക.